2 ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള വധശ്രമം ആഗോളതലത്തിൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു. എന്നാൽ ഒരാൾ ഈ സംഭവം നടക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ വിശ്വസിക്കണം, സംഭവം സത്യമാണ്. 2024 മാർച്ച് മാസം 15-ന് ഒരു സഭാതലവനായ ബ്രാൻഡൻ ബിഗ്സാണ് ഈ പ്രവചനം നടത്തിയത്. അമേരിക്കയിലെ പല ഭാഗത്തു നിന്നും ഒരു ചുവപ്പ് തരംഗം രൂപപ്പെട്ടു വരുന്നുവെന്നും മിഷിഗൻ, ഒക്ലഹോമ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ദീപശിഖയുമായി ട്രംപിന് വേണ്ടി എഴുന്നേൽക്കുന്നുവെന്നും തുടർന്ന് ട്രംപിനെ അപായപ്പെടുത്തുവാനുള്ള നീക്കം നടക്കുന്നതായും ബ്രാൻഡൻ ബിഗ്സ് പ്രവചിച്ചു. ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പറ്റിയാണ് ചുവപ്പ് തരംഗം എന്നതുകൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വൈറലാകുന്ന വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: And then I saw an attempt on his life. This bullet flew by his ear and it came so close to his head that it busted his eardrum. And I saw he fell to his knees during this time frame and he started worshiping the Lord. He got radically born again during this time frame. I'm talking, people say he's saved now, but he becomes really on fire for Jesus, for what I saw coming. The Lord told me, he said, I am not done with America. Amen. He said, there's going to be a new wave of patriotism coming out. And that's whenever I saw Trump and I saw a red wave coming out of Michigan. And then I saw Oklahoma and there was embers of people and they had torches all throughout Oklahoma and they were raising up these torches that looked like fire and they were bringing forth a new patriotism upon the nation, and it was being birthed and it just kept spreading like fire all throughout America, all throughout, and I saw Trump rising up. And then I saw him winning the election through the Patriots coming out and voting, and then there will be a great economy crash. Yeah. I saw they had a great economy plan, a crash, worse than the Great Depression. It would be a great dark time, but the Lord said it would be forth a time of a season of a shaking. And it would be a shaking to awaken. ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവി തുളച്ചുകൊണ്ട് ഒരു വെടിയുണ്ട കടന്നു പോകുന്നത് ഞാൻ കണ്ടു. വെടിയുണ്ട തൻ്റെ തലയുടെ ഏറ്റവും അടുത്തുകൂടി പോകുന്നതും അത് തൻ്റെ ശ്രവണപുടം തകർക്കുന്നതായും ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം തൻ്റെ മുട്ടിന്മേൽ താഴേക്കിരിക്കുന്നതായും കാണുകയുണ്ടായി. കൂടാതെ താൻ ദൈവത്തെ ആരാധിക്കുന്നതായും ശരിയായ ഒരു വീണ്ടും ജനനം തനിക്ക് തുടർന്ന് സംഭവിക്കുന്നതായും കണ്ടു. ജനം പറയുന്നുണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. എന്നാൽ ഇത്തവണ ശരിയായ ഒരു മാനസാന്തര അനുഭവം തനിക്ക് സംഭവിക്കുന്നുണ്ട്. കൂടാതെ ജനം തനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിൻ്റെ ഭരണകാലത്തുണ്ടാകാൻ പോകുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം തൻ്റെ പ്രവചനത്തിൽ പരാമർശിച്ചിരുന്നു. എന്നാൽ ദൈവാശ്രയത്താലും പ്രാർത്ഥനയാലും ട്രംപ് ആ സാഹചര്യത്തെ ജയിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദൈവം മാത്രമാണ് എന്നെ രക്ഷിച്ചത് എന്ന് ട്രംപ് ആക്രമണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച ശേഷം പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആക്രമണത്തെ തുടർന്ന് അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നുകൊണ്ട് ട്രംപ് തൻ്റെ മുഷ്ടി ഉയർത്തി ജനത്തെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുമ്പോൾ ട്രംപിൻ്റെ ജയം ഉറപ്പാക്കിക്കൊണ്ട് എതിർപ്പാളയത്തിൽ കലഹം തുടരുകയാണ്.